ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ മുട്ടപ്പുട്ട്. സാധാരണ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കാറുള്ളതാണ്. പക്ഷേ എപ്പോഴും ഒരേ രീതിയിലുള്ള പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു പുട്ടുണ്ടാക്കി നോക്കൂ. വേറെ കറികളൊന്നും വേണ്ട, ഈ ഒരു മുട്ട മസാല ഉപയോഗിച്ച് തന്നെ നമുക്ക് പുട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയതെടുത്ത് വെച്ചിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്, 1.5 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ഹാഫ് തക്കാളി, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി, പിന്നെ ഒരു 2 പച്ചമുളക്, ഇത്രയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കുറ്റി പുട്ടിനുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും പുട്ടുപൊടിയുടെ അളവും കൂട്ടുക. സവോളയൊക്കെ ഇത്രയും തന്നെ മതി. തക്കാളിയും പച്ചമുളകും കൂടുതൽ എടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുട്ട് കുക്ക് ചെയ്ത് വരുമ്പോൾ കുട്ടികൾക്ക് ഈ മുളക് എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പച്ചമുളകും കൂടി ഇപ്പോൾ ചേർത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് തേങ്ങ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വേഗം തന്നെ റെഡിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും പുട്ടുപൊടിയിൽ തേങ്ങ മിക്സ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ തേങ്ങ മിക്സ് ചെയ്തിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തിട്ട്, തേങ്ങയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, അതെന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ചോയ്സാണ് നമുക്ക് എത്ര തേങ്ങ വേണം എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചോളൂ. തേങ്ങ കുറവാണെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ആയിരിക്കട്ടെ. ആദ്യം പുട്ടുപൊടി നനച്ച് വയ്ക്കുക. പുട്ടുപൊടി സോഫ്റ്റായി വരുമ്പോൾ മാത്രം തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പുട്ടുപൊടി നനയ്ക്കുന്നതൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ മുട്ടയൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ മുട്ട ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, നമ്മുടെ മസാലയിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോരുത്, എല്ലാത്തിലും ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മുട്ടയിലേക്ക്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമ്മൾ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് മസാലയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ തന്നെ നമ്മുടെ ജോലികൾ വേഗം തീരും. അല്ലെങ്കിൽ 2-3 പാത്രം കഴുകേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു പാനിൽ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് മുട്ട സ്ക്രാമ്പിൾ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ 2 പാത്രം കഴുകേണ്ടി വരും. അപ്പോൾ നമുക്കിനി പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാല തയ്യാറാക്കാൻ എപ്പോഴും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഒരുപാട് വേണ്ട ഓയിൽ, കുറച്ച് അളവിൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പുട്ട്, മുട്ടപ്പുട്ട്, അതുപോലെ തന്നെ ചെമ്മീൻ പുട്ട്, മസാല പുട്ടുകൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് ഓയിലായിട്ടുണ്ടെങ്കിൽ പുട്ടിലേക്ക് എണ്ണ ഇറങ്ങിയിട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ അളവിൽ മാത്രം എണ്ണ ചേർക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസുകളാവണ്ട, കുറച്ച് വലിപ്പമുള്ള പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പിന്നെ മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. 2 മുട്ട വേണോ 3 മുട്ട വേണോ എന്നുള്ളതൊക്കെ. മുട്ട കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓവർ കുക്കായി പോകേണ്ട മുട്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് ഇനി മിക്സ് ചെയ്യുമ്പോൾ മുട്ടയുടെ കുക്കിംഗ് കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വലിയ പീസുകൾ, നല്ല വലിയ പീസുകൾ വരുന്നത് മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ബാക്കിയുള്ള മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. വീണ്ടും വെളിച്ചെണ്ണ ചേർക്കുക. നമ്മുടെ സവോള വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ, അതും അധികം വേണ്ട. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് സവോള കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക് ഇത്രയും ചേർത്ത് കുറച്ച് ഉപ്പ്, സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുക. മുട്ടയ്ക്ക് ഉപ്പുണ്ട്, അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
ഈ സവോള ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട, ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സവോള ട്രാൻസ്പെറൻ്റ് ആയി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ മുട്ടയിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് മസാലയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിക്ക് പകരമായിട്ട് ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ടേസ്റ്റ് വരുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടിയോ ചേർക്കുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളത് ഏത് മസാലപ്പൊടിയാണെന്ന് വെച്ചാൽ ആ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. മസാലപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മല്ലിയുടെ ആ ഒരു കുത്തൽ ഉണ്ടാവുമില്ല. മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ മസാലപ്പൊടികളിലേക്ക് റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ അധികം എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ എണ്ണ ഒരുപാടില്ല. ഈ ഒരളവിൽ എണ്ണ ചേർത്ത് ചെറിയ അളവിൽ എണ്ണ ചേർത്തിട്ട് വേണം ഇതുപോലെയുള്ള മസാലകൾ തയ്യാറാക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഈ ഒരു മസാല കുഴഞ്ഞ പാകത്തിലിരിക്കണം കേട്ടോ. ഇതുപോലെ ഡ്രൈ ആയിട്ടല്ല ഇരിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് കുഴഞ്ഞ പാകത്തിലായി വരും. എന്താണെന്ന് വെച്ചാൽ പുട്ടിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുഴഞ്ഞ പാകത്തിലിരിക്കുന്നതാണ് നല്ലത്. ഡ്രൈ ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്കത് കുഴച്ച് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ആക്കാതെ കുഴഞ്ഞ പാകത്തിലാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ മുട്ടയും കൂടി ചേർത്തതിന് ശേഷമുള്ള ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ മുട്ടയുടെ ഉപ്പ് വേറെ നമ്മുടെ മസാലയുടെ ഉപ്പ് വേറെ ആയിട്ട് നിൽക്കുമ്പോൾ മസാലയ്ക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മുട്ടയ്ക്ക് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മസാലയ്ക്ക് ഉപ്പ് കൂടുതൽ ചേർക്കും. അപ്പോൾ കറക്റ്റ് ആവില്ല. അതുകൊണ്ട് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് ഇളക്കി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് മസാല കുഴഞ്ഞ പാകത്തിലാക്കിയെടുക്കാം. ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയിപ്പോവും. നമ്മൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് പിന്നെ കറിവേപ്പില ചേർക്കാം, മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവറാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി നമ്മളിനി വെള്ളമൊഴിച്ച് വീണ്ടും മസാല റെഡിയാക്കി വരുമ്പോൾ അതിലേക്ക് പിടിച്ചു വന്നോളും. കറിവേപ്പില മുറിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എടുത്ത് മാറ്റണം എന്നുള്ള ആളുകൾക്ക് കറിവേപ്പില മുഴുവനെ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് കൈകൊണ്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കാം. മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നതിന് പകരം വേവിച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. പക്ഷെ കൂടുതൽ നല്ലത് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് കൂടുതൽ എളുപ്പം നമുക്ക്. അതുപോലെ തന്നെ രാവിലെ അധികം സമയം പോവില്ല. മുട്ട വേവിച്ചൊക്കെ വരുമ്പോൾ ആ ഒരു 10 മിനിറ്റ് പോകുമല്ലോ. അതുകൊണ്ടാണ് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കണ്ട. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ മസാല ഇതുപോലെ കുഴഞ്ഞ് വന്നോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യണം, മറന്നു പോകരുത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക.
എന്താണെന്ന് വെച്ചാൽ മുട്ട ചേർത്തിട്ട് പിന്നെ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് വേഗം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്കിനി ഇത് മുട്ട പുട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാക്കിയെടുക്കണം എന്ന് മാത്രം. മസാല ഡ്രൈ ആക്കാതെ. ഇനി നമുക്ക് മുട്ട പുട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മസാല ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. ബാക്കി നമുക്ക് മുട്ട പുട്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ട് റെഡിയാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പുട്ടുപൊടി, ചെറിയൊരളവിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, അധികം വേണ്ട. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാല ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ തേങ്ങ ചിരവിയത്. ഇത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. തേങ്ങ ചിരവിയത് ഇടയ്ക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയതിൻ്റെ അളവ് കുറച്ചിട്ട് പുട്ടുപൊടിയും മുട്ട മസാലയും മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിങ്ങനെ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് മുട്ട മസാല ഇട്ട് കൊടുക്കുന്നതും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നതും. ഈ ഒരു പുട്ട് വേവാനായിട്ടൊരു 6 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ. 5 മുതൽ 6 മിനിറ്റ് വരെ ടൈം എടുക്കും. അപ്പോൾ സാധാരണ നമ്മുടെ പുട്ട് വേവുന്ന സമയത്തിൽ വെന്ത് കിട്ടില്ല, കുറച്ച് സമയം കൂടുതൽ എടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പുട്ട് ചെയ്താലും ചെമ്മീൻ പുട്ട് ചെയ്താലും ഒക്കെ ഈ ഒരു മസാലകൾ ചേർന്ന പുട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും കുക്കായി വരാനായിട്ട്. ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും മുകളിലായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ തേങ്ങ ചിരവിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ നന്നായിട്ട് ആവി വരുന്ന പുട്ടുകൂടത്തിന് മുകളിൽ വെച്ചിട്ട് പുട്ട് ആവി കയറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടപ്പുട്ടിൻ്റെ പരിപാടി. അപ്പോൾ ഇനി ആവി കയറ്റി പുട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പുട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.